നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ഒരു ദിവസം ശേഷിക്കെ സ്ഥാനാർത്ഥികൾ സജീവ പ്രചരണത്തിൽ. ശേഷിക്കുന്ന സ്ഥാനാർത്ഥികൾ നാളെ പത്രിക സമർപ്പിക്കും. വ്യാഴാഴ്ച സൂക്ഷ്മ പരിശോധനയും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയും. വോട്ടർ പട്ടികയിൽ ഇതുവരെ പേര് ചേർത്തിട്ടില്ലാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന തീയതി നാളെ. മുൻ MLA കാരാട്ട് റസാഖ് ഇടതുബന്ധം അവസാനിപ്പിച്ചു. UDF-ൽ പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് അംഗത്വം സ്വീകരിച്ചു. CPM-ൽ നേരിട്ടത് വലിയ അവഗണനയെന്നും ചേർത്ത് പിടിക്കുന്നതിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടെന്നും റസാഖ്. പയ്യന്നൂരിൽ മഞ്ഞുരുക്കം. നേതൃത്വത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി യൂത്ത് കോൺഗ്രസ്. സ്വതന്ത്രമായി മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറി. B. കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ സജീവമാക്കാനും നേതൃത്വത്തിന്റെ നിർദ്ദേശം. ചൊവ്വാഴ്ച പയ്യന്നൂരിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിക്കും. ഇടതുമുന്നണി 110 സീറ്റ് നേടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മൂന്നാം ടേമിലേക്കുള്ള യാത്രയിലാണ്. UDF-ലെ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാവിലെ മുതൽ രാത്രി വരെ നുണ പറയുന്ന ആളാണ് VD സതീശനെന്നും MV ഗോവിന്ദൻ. പാലക്കാട് CPM BJP ഡീൽ എന്ന സതീശന്റെ ആരോപണം അസംബന്ധമെന്ന് MV ഗോവിന്ദൻ. പാലക്കാട് CPM BJP ഡീൽ എന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 10ഓളം സീറ്റുകളിൽ ഈ ഡീൽ നടക്കുന്നുവെന്നും സതീശൻ. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കച്ചവടക്കാരനാണെന്നും കച്ചവടക്കാരൻ തങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ടെന്നും VD. തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുന്നുവെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. നിരീക്ഷകർ സംസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഏറ്റവും കുറഞ്ഞ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. വളരെ യോജിപ്പോടെയാണ് UDF മുന്നോട്ട് പോകുന്നതെന്നും സണ്ണി ജോസഫ്. വർഗീയ പരാമർശം എന്നാൽ വേറൊരു മതവിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുന്ന സംസാരമെന്ന് ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ. മതം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നവരാണ് മതേതരത്വത്തിന്റെ കുപ്പായമിട്ടിരിക്കുന്നവർ. താൻ പറഞ്ഞത് വർഗീയമോ മതപരമോ ആയ കാര്യമല്ല. എന്തുകൊണ്ട് വർഷങ്ങളായി ഹിന്ദു സ്ഥാനാർത്ഥിയെ ഇടതു വലതു മുന്നണികൾ ഗുരുവായൂരിൽ നിർത്തുന്നില്ല എന്നും B. ഗോപാലകൃഷ്ണൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സർജിക്കൽ ICU-വിലെ തീപിടുത്തത്തിന് പിന്നാലെ രോഗികളെ മാറ്റിയത് ജീവൻ രക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയതിന് ശേഷമെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ. വാഹനാപകടത്തിലെ ഗുരുതര പരിക്കുകൾ രോഗികളുടെ മരണകാരണമെന്ന് വിശദീകരണം. റിപ്പോർട്ട് DME-ക്ക് കൈമാറി. കോഴിക്കോട് ജില്ലയിൽ 12 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയ ആരോഗ്യവകുപ്പ്. രോഗം സ്ഥിരീകരിച്ച പൂവാട്ടുപറമ്പ്, എരഞ്ഞിക്കൽ പ്രദേശങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. പെരുവയൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ RRT-യും രൂപീകരിച്ചു. ഇസ്രയേലിന്റെ അതീവ സുരക്ഷയുള്ള ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ ഇറാൻ ആക്രമണം. മിസൈൽ ആക്രമണത്തിൽ വൻ നാശനഷ്ടമുണ്ടായെന്ന് റിപ്പോർട്ട്. 48 മണിക്കൂറിനകം ഹോർമൂസ് തുറക്കണമെന്നും ഇല്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ സ്രോതസ്സുകൾ ആക്രമിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം. ആണവ നിലയങ്ങൾ അന്താരാഷ്ട്ര പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും ആണവായുധം വികസിപ്പിക്കില്ലെന്നും ഉറപ്പു നൽകി ഇറാൻ. പശ്ചിമേഷ്യയിലെ എല്ലാ രാജ്യങ്ങളും ഉൾപ്പെട്ട സുരക്ഷാ ചട്ടക്കൂടിന് തയ്യാറെന്നും ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാൻ നിലപാട് അറിയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ. ഹോർമുസ് കടലിടുക്കിനെ കുറിച്ച് മൗനം തുടർന്ന് ഇറാൻ. ഇന്ത്യൻ കപ്പലുകൾക്ക് കടന്നുപോകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടാകണമെന്ന ആവശ്യം ആവർത്തിച്ച് ഇന്ത്യ. ആഭ്യന്തര വിമാന ടിക്കറ്റുകൾക്ക് ഏർപ്പെടുത്തിയ താൽക്കാലിക നിരക്ക് പരിധി പിൻവലിച്ച് വ്യോമയാന മന്ത്രാലയം. മന്ത്രാലയത്തിന്റെ നടപടി മേഖലയിലുടനീളമുള്ള വിമാന സർവീസുകൾ സ്ഥിരത കൈവരിച്ചതോടെ വിമാന കമ്പനികൾ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കണമെന്നും ആവശ്യമെങ്കിൽ ഇടപെടുമെന്നും മന്ത്രാലയം. ആഭ്യന്തര വിമാനങ്ങളിലെ ടിക്കറ്റ് ബുക്കിംഗ് 60% സീറ്റെങ്കിലും അധിക നിരക്ക് ഈടാക്കാതെ യാത്രക്കാർക്ക് ലഭ്യമാക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിൽ എതിർപ്പുമായി വിമാന കമ്പനികൾ. ഒമാനിൽ മിന്നൽ പ്രളയത്തിൽ 2 മലയാളികൾക്ക് ദാരുണാന്ത്യം. ഒരാളെ കാണാതായി. തൃത്താല സ്വദേശികളായ ഷംല, യൂസഫ് എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ കാണാതായ യൂസഫിന്റെ മാതാവ് റംലയ്ക്കായി തിരച്ചിൽ തുടരുന്നു. 4 കുട്ടികൾ ഉൾപ്പെടെ 6 പേർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. റംലയ്ക്കായി തിരച്ചിൽ തുടരുന്നു. നിസാൻ പെട്രോൾ വാഹനം മിന്നൽ പ്രളയത്തിൽപ്പെട്ട് അപകടത്തിൽപ്പെടുകയായിരുന്നു. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.